3 മാസം മുൻപ് കശ്മീരും മണാലിയും സന്ദർശിച്ച ശേഷം ജ്യോതി എത്തിയത് കേരളത്തിലേക്കാണ്. 8 ദിവസം അവർ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ പല ഇടങ്ങൾ സന്ദർശിച്ചു. പല ആളുകളുമായി ബന്ധപ്പെട്ടു, പല കൊളാബുകളും ചെയ്തു. केरला एक्सप्लोर करने वाले हैं कुछ और है. This has special vibes. जी. So this is our room for tonight. भाई क्या इंटीरियर है. So वैसे तो पानी है वाइन के ग्लास में. ജ്യോതി എത്തിയ സ്ഥലങ്ങളും പകർത്തിയ ദൃശ്യങ്ങളും ബന്ധപ്പെട്ട ആളുകളും ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. പാകിസ്ഥാൻ അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ ബ്ലോഗർമാരെ ഉപയോഗിച്ചുവെന്നും അതിലെ പ്രധാന കണ്ണിയാണ് ജ്യോതിയെന്നും അന്വേഷണ സംഘം കരുതുന്നുണ്ട്. പാകിസ്ഥാൻ അനുകൂലമായ ഒരു നറേറ്റീവ് ഉണ്ടാക്കാനും ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിർണായക വിവരങ്ങളും ദൃശ്യങ്ങളും പകർത്തി നൽകാനുമാണ് പാകിസ്ഥാൻ ബ്ലോഗർമാരെ ഉപയോഗിച്ചത്. ഇത് ഒരു വലിയ ശൃംഖലയായിരിക്കാം. ജ്യോതിയിലൂടെ മറ്റുള്ളവരിലേക്ക് എത്താൻ സാധിക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ജ്യോതിക്ക് പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ ഉദ്യോഗസ്ഥരുമായും ഏജന്റുമാരുമായും അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവരാണ് ജ്യോതിയുടെ വിദേശ യാത്രകൾ സ്പോൺസർ ചെയ്തിരുന്നത്. പെഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു മുൻപ് ജ്യോതി ലാഹോറും ഇസ്ലാമാബാദും പോയിരുന്നു. അതിനാൽ യാത്രാ വിവരങ്ങൾക്കൊപ്പം പണമിടപാടുകളും ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒഡീഷയിലെ പുരിയിൽ ജ്യോതി എത്തിയതും മറ്റൊരു യൂട്യൂബറുമായി ബന്ധപ്പെട്ടതും ഒഡീഷ പോലീസ് സമാന്തരമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ ഹരിയാന പോലീസിന്റെ കസ്റ്റഡിയിലാണ് ജ്യോതി ഇപ്പോൾ ഉള്ളത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.